ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടവേള റാഫിയും പിന്നെ ആമ്പല്ലൂരിൽ നിന്ന് തടി തപ്പി മനീഷും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇന്ന് മത്സരിക്കുവാൻ പോകുന്നത്. രണ്ടുപേർക്കും 2.5 മിനിറ്റ് വീതം 2 പ്രാവശ്യമായിട്ട് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ആദ്യം പെർഫോം ചെയ്യുന്നത് റാഫി ചേട്ടനായിരിക്കും, പിന്നെ മനീഷ്, അഗെയിൻ റാഫി ചേട്ടൻ, പിന്നെ മനീഷ്. പിന്നെ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയിരുന്നു, അതിൻ്റെ ഒരു ജഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജഡ്ജസ് ആയിരിക്കും. ഇന്ന് മുതൽ രമേശ് ചേട്ടനും സിദ്ദീഖ് സാറും ജഡ്ജസ് ആണ്. ഓക്കെ, അപ്പോൾ അവരായിരിക്കും പറയുന്നത്. നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. സോ റൈറ്റ് നൗ സമയം നോക്കുന്നത് കേശവമാമനായിരിക്കും. നിങ്ങളുടെ 2.5 മിനിറ്റ് റെഡിമണി മുണ്ടക്കയം തുടങ്ങിക്കോളൂ. ഞങ്ങളുടെ നാട്ടില് മറവഞ്ചേരി എന്ന തൊട്ടടുത്തൊരു നാട്ടില് ലോക പിസ്കനായ ഒരു ചങ്ങായി ഉണ്ട്. അവൻ്റെ പേരെന്നെ പിസ്കൻ രവി എന്നാണ്. നേരത്തെ മിമിക്രിക്കൊക്കെ പോയിരുന്ന ആൾ ഇപ്പോൾ മിമിക്രിക്കിൻ്റെ കൂടെ വരുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ കഷ്ടകാലത്തിന് എന്തായി, ആ പാവപ്പെട്ട പിസ്കന് ലോട്ടറി അടിക്കണ്ടായി. പൊന്നാരുടെ പിശാരേട്ട എന്തൊക്കെ ഉണ്ടായിച്ചല്ലോ. ലോട്ടറി അടിച്ചപ്പോൾ എത്ര അടിച്ചെന്നറിയോ? 3.5 കോടി ഉറുപ്പിയും ഒരു സൂപ്പർ ഇന്നോവ കാറാണ് ലോട്ടറി അടിച്ചത്. അതുകൊണ്ട് തന്നെ മൂപ്പര് 2 ടിക്കറ്റ് അന്ന് നിർത്തിയിരുന്നു. 2 ടിക്കറ്റ് എടുത്തിട്ട് 3.5 കോടി ഉറുപ്പിയും ഇന്നോവ അടിച്ചിട്ട് മൂപ്പര് ഇരുന്ന് പൊരിഞ്ഞ കരച്ചല. എന്നെ കണ്ട പിന്നൊക്കെ കെട്ടിപ്പിടിച്ച് കര എന്നൊക്കെ പറഞ്ഞു പൊരിഞ്ഞ കരച്ചൽ. അപ്പോൾ എന്തേലും എന്താ സംഭവം എന്താ? 2 ടിക്കറ്റ് എടുത്ത് എനിക്ക് 1 ടിക്കറ്റ് അടിച്ചോളൂ, മറ്റേൻ്റെ 40 ഉറുപ്പിക പോയില്ലേ, ഞാൻ ആകെ ഇടങ്ങറായില്ലേ. അങ്ങനെ നല്ല അടിപൊളി സൂപ്പർ കൊട്ടാരം പോലത്തെ ഒരു വീട് വെച്ചു. പിസ്കൻ ചാനൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കായ് ചിലവാന്ന് വിചാരിച്ച് കായ് ചിലവാണ്ടാച്ചിട്ട് എന്താക്കി, കല്യാണം പോലും കഴിച്ചിട്ടില്ല. സൂപ്പർ വീട് കെട്ടി ആ ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ ഉണ്ടാക്കിയ ആ ഇന്നോവ കാർ വീടിൻ്റെ മുമ്പിൽ കൊടുത്ത് പാർക്ക് ചെയ്ത് തന്നെ ഞങ്ങൾ നാട്ടുകാർ ആരും വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കലില്ല. അപ്പം എൻ്റെ പിസ്കത്രം കൊണ്ട് ആരെങ്കിലും കേട്ടപ്പോൾ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോരാ, ചങ്ങാതി വെറുതെ ചങ്ങാതി പറഞ്ഞ് പിസ്കത്രം കാണിക്കാൻ നിൽക്കുകയാണ്, അങ്ങോട്ട് പോകണ്ട. അങ്ങനെ ഒരു ദിവസം കണ്ടിരിക്കണ്, പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. അയ്യോ ഭയങ്കര അട്ടഹാസ കരച്ചിൽ. അപ്പോൾ ആരും തന്നെ മൈൻഡ് ചെയ്തില്ല. പിന്നെ കരച്ചിലിൻ്റെ ടോണ് മാറി ജാതി ടോണ്, അയ്യോ എന്നൊക്കെ പോട്ട്. അപ്പോൾ മനസ്സിലായി എന്തോ ഒരു സീരിയസ് വിഷയം അവിടെ നടക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ സഹതാപത്തിൽ 1-2 ആൾക്കാർ പോയേക്കുമ്പോൾ ആൾ വയറ് പിടിച്ച് നിലത്തിരുന്ന് കരഞ്ഞിട്ട് അയ്യോ കയ്യല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ വയറ് വരയ്ക്കുന്നേന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ തൊട്ടടുത്ത് ഒരാൾ പറഞ്ഞു, ഒരു കാര്യം നിങ്ങളെ ഇന്നവിടെ കാർ ചാവി എന്നാ, വണ്ടിയുടെ ചാവി എന്നേ. വേണ്ട, വണ്ടി എടുക്കണ്ട, പെട്രോൾ ചിലവാകും, ആ വണ്ടിയിൽ കൊണ്ടുപോകല്ലേ, എന്നെ വണ്ടിയിൽ കൊണ്ടുപോകല്ലേ, പെട്രോൾ കായില്ലല്ലോ, പെട്രോൾ വില കൂടിയ അവസരത്തിൽ വണ്ടി എടുക്കല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പം അതും കരച്ചില്. എന്താ വേണ്ട, ഓട്ടോ കൈയടിച്ച ഓട്ടോയെ വലിച്ചു കെട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങനെ പരിശോധിച്ച് പറഞ്ഞു, ഓ അപ്പൻഡിക്സിൻ്റെ വയറുവേദന ഒരു രക്ഷയില്ല, ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. ഡോക്ടറെ ഓപ്പറേഷൻ അല്ലാണ്ട് വേറെന്തെങ്കിലും വഴിയുണ്ടോ, എന്നൊക്കെ കുറെ പൈസ ചിലവാകൂലേ, ഓപ്പറേഷൻ അല്ലാണ്ട് വേറെന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടർ 25,000 ഉറുപ്പിക ചിലവാകും, നിങ്ങൾ 2 മിനിറ്റ് നിങ്ങൾ മരിക്കാൻ പോകും, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്താ? അപ്പോൾ ഈ ബൈസ്റ്റാൻഡർ കൂടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടയാളെ ഈ രവി വിളിച്ചിട്ട് ചോദിക്കുക, എടാ പിന്നെ ഇവിടെ വന്നൊരു കാര്യം ചേട്ടാ, പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ മരണച്ചടങ്ങിനൊക്കെ എത്ര രൂപ ചിലവാണ്, ഏകദേശം എത്ര ചിലവാണ് വരുന്നത്? ഏകദേശം അതൊരു 6,000-7,000 ഉറുപ്പിൻ്റെ എല്ലാ ചടങ്ങും കഴിഞ്ഞു. എന്നാ പിന്നെ ആ വഴിക്ക് ചിന്തിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ടേ, എന്റെ കയ്യിൽ കായില്ലേ. ഇനി മനീഷ് 2.5 മിനിറ്റുള്ളൊരു ചിരി വേണമെന്ന് പറഞ്ഞാൽ ആ കടമ്പകം കഴിഞ്ഞു. ഞാൻ തുടങ്ങുക. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ്, അമ്മായിയമ്മയാണെന്നാണ് എൻ്റെ വൈഫ് പറയുന്നത്. ആ കഥയെ പിന്നീട് പറയാം. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രൂമറായിരുന്നു. അങ്ങനെ ഗ്രൂം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര നല്ലൊരു നല്ലൊരു പയ്യനായ. ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഞാൻ നന്നായെന്ന് തെളിയിക്കണമല്ലോ, രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് അമ്മയ്ക്ക് ഒരു തേങ്ങ പൊട്ടിച്ചുകൊണ്ട് ഞാൻ നന്നായെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് മയ്യ പൊട്ടിച്ചു. കുറച്ച് നാളികേരം വെള്ളം താഴെ പോയി. അപ്പം അമ്മ ഉടനെ, എടാ മനുഷ്യ നീയൊക്കെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ, ഒരു ഉണക്ക തേങ്ങയുടെ പുളിച്ച തേങ്ങ വെള്ളം താഴെ പോയിന് അമ്മേൻ്റെ ഇത്രയും പറഞ്ഞപ്പോൾ അമ്മയുടെ ഇടത് കയ്യിൽ അമ്മ ആഴ്ച പൊട്ടിച്ച 6ാമത്തെ ഗ്ലാസിൻ്റെ 4ാമത്തെ കഷ്ണം ഇരിപ്പുണ്ട്. അതിനൊരു കുഴപ്പമൊന്നുമില്ല. അത് കേട്ടതും പെട്ടെന്ന് ഞാൻ വാക്കത്തി അവിടെ ഇട്ടു. അപ്പം അമ്മ ഉടനെ, ഇവിടെ ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് വെക്കാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ വലത് കയ്യിൽ അമ്മ അന്ന് പറിച്ചെടുത്ത 10,000 രൂപയുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ നോബ് എടുത്ത് പൊക്കി പിടിച്ചേക്കുക. എന്നിട്ട് ബട്ടർഫ്ലൈ ഹൗസിനെ വഴക്ക് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയുടെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്ത് അമ്മേനെ സർപ്രൈസ് ചെയ്യിക്കാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്മ കഴുകി വാരി വെച്ച അരി എടുത്തുകൊണ്ട് ഞാൻ മില്ലിൽ പോയിട്ട് മില്ലുകാരനോട് പറഞ്ഞു, പൊടിക്കണം മിസ്റ്റർ. അപ്പോൾ മില്ലുകാരൻ എന്നോട് ചോദിച്ചു. ഞാൻ സ്തബ്ധനായിപ്പോയി, അപ്പത്തിന് പൊടിക്കണോ പുട്ടിന് പൊടിക്കണോ? ഞാൻ പറഞ്ഞു എൻ്റെ ഈഗോ ഹർട്ടായി, എൻ്റെ വീട്ടിൽ അപ്പം ഉണ്ടാക്കണോ പുട്ടുണ്ടാക്കണോ ഞാൻ തീരുമാനിക്കും, താനാണോ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് തിരിച്ചു ചോദിക്കുക, ഇവിടെ ഒരു അരി പൊടിപ്പിക്കുന്നതിൻ്റെ തമ്പുറോള് പുല്ലില്ല എന്നാണോ, താനൊക്കെ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന്. അമ്മയുടെ ആൾ തന്നെ. പക്ഷേ അമ്മയ്ക്ക് ബുദ്ധിയുണ്ടായിരുന്നു. അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പത്തിന് പൊടിപ്പിക്കാമെന്ന്. ഈ അപ്പത്തിന് പൊടിപ്പിച്ച പൊടിയും കൊണ്ട് ഞാൻ അവിടെ ചെല്ലും. അമ്മ അവിടെ പുട്ടുണ്ടാക്കും, ഉണ്ടുണ്ടാക്കും, അടയുണ്ടാക്കും. ഇതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മേനെ ഒന്നും കൂടെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം കഴുകി വാരിയ ഗോതമ്പ് എടുത്തുകൊണ്ട് അമ്മയുടെ മുമ്പിൽ പോയി ഞെളിഞ്ഞ് നിന്നിട്ട് ചോദിച്ചു, അപ്പത്തിന് പൊടിക്കണോ പുട്ടിന് പൊടിക്കണോ അതോ ഉണ്ടയ്ക്ക് കുഴക്കണോ എന്ന്.
അമ്മ എന്നോട് മീനയില്ലേ മീന മേലെപ്പറമ്പിലെ എന്നോട് പറയാം പോടാ പോയി തൂങ്ങടാന്ന് പറഞ്ഞാൽ തൂങ്ങി ചാകടാന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഭയങ്കര യുദ്ധമായി. ഞാൻ പാകിസ്ഥാനും അമ്മ ഇന്ത്യയായി. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മയുടെ നയതന്ത്ര കരാറിലുണ്ടായ സംഭവമാണ് എൻ്റെ കല്യാണം. അമ്മ പ്രതീക്ഷിച്ചത് അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഇസ്രായേൽ വരുന്ന വന്നു കയറിയത് ചൈനയായിരുന്നു. ആ ചൈനയുടെ കഥ ഞാൻ വേറെ എപ്പിസോഡിൽ പറയാം. 4 സീരീസുള്ള വെബ് സീരീസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു 6 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് അമ്മേൻ്റെ അടുത്തിട്ട് പറഞ്ഞു മോനെ ഞാൻ വരാം. എൻ്റെ ഐഡിയ ആയിപ്പോയി അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തന്നിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മേനേക്കാൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് സ്റ്റാറാവാമെന്ന് പറഞ്ഞു ഞാൻ വൈഫിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ കയറി ഒരു സംഭവം സെറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബ് എടുത്ത് വൈഫിനെ ചേർത്ത് നിർത്തി യൂട്യൂബിൽ മസാല എന്ന് ഞാനൊന്ന് അടിച്ചു കൊടുത്തുപോയി. എൻ്റെ സെർച്ച് ഹിസ്റ്ററി കണ്ട് അവിടെ കുക്കിംഗ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നടന്നു. ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ ഗ്രൂം ചെയ്ത് നന്നാക്കിയ മോനെ യൂട്യൂബിൻ്റെ അൽഗോരിതം ഒന്നമ്മേ. That was great, മനീഷ്. ഇനി രാജൻ. അടുത്ത കഥ ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാപ്പുക്കുണ്ട്. കുഞ്ഞാപ്പുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഭയങ്കര കച്ചവടക്കാരൻ. നാടൻ്റെ പുളിങ്ങ അതുപോലെ തന്നെ കൂർക്ക അതുപോലെ തന്നെ മാങ്ങ ഒക്കെ എടുത്തിട്ട് മൂപ്പര് എന്ത് ചെയ്യും നാട്ടിൽ നിന്ന് മുഴുവൻ നടന്നിട്ടൊക്കെ കളക്ട് ചെയ്തൊക്കെ വിരിച്ചിട്ട് എന്താ മൂപ്പര് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞ ലോക്കൽ ട്രെയിൻ ഉണ്ട് കോയമ്പത്തൂർക്ക്. 5 ഉറുപ്പികത്തെ കോയമ്പത്തൂർ 3 വട്ടം പോയി വരാം. അങ്ങനത്തെ ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ മൂപ്പര് കുഞ്ഞാപ്പൊക്കെ കാത്തുനിന്നിട്ട് എന്താക്കും നാട്ടിൽ മുഴുവൻ നടന്ന് പുളിങ്ങ എടുത്തിട്ട് മൂപ്പര് എന്ത് ചെയ്യും ഒരു 10,000-2,500 ഉറുപ്പിക മൂപ്പര് പുളിങ്ങ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ട് നേരെ ആ ട്രെയിനിന് 2-4 കുറ്റിപ്പുറത്താണ് കയറും നേരെ കോയമ്പത്തൂർക്ക് എതിരെ മൂപ്പര് അങ്ങാട്ടിലൊക്കെ കൊണ്ടാടുന്ന ആൾക്കാർക്ക് തമിഴന്മാർക്കൊക്കെ ഇവിടുത്തെ പുളി ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ടാടുന്നൊക്കെ വിറ്റ് സെറ്റപ്പാക്കി മൂപ്പര് 4:45 വണ്ടിക്ക് തിരിച്ച് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടും പോരും. തിരിച്ചിട്ട് വന്ന പാടന്നെ ഒരാൾ വൈക്കുന്ന മൂപ്പര് ചങ്ങായി കണ്ട പാട് കുഞ്ഞാപ്പ് ഇവിടുന്ന് വരുന്നു ഞാൻ കോയമ്പത്തൂർ കച്ചവടത്തിന് പോയത്. അതെ എന്താ പാട് കച്ചവടം? കുഴപ്പമില്ല. എന്താ കച്ചവടത്തിന് എങ്ങനെ ലാഭമൊക്കെ ഉണ്ട്? ലാഭം പ്രതീക്ഷിച്ചതെന്നല്ലാന്നേ മൂപ്പര് 2,500 ഉറുപ്പിക നാട് മുഴുവൻ നടന്ന് പുളിമ കയറി ഒക്കെ അറുത്തുണ്ടാക്കി ആ കായ്ക്കന്നെ അവിടെ കൊണ്ടുപോയി ഉണ്ട്. കോയമ്പത്തൂർ കൊണ്ട് 2,500 വെക്കും. ഇപ്പം എന്തിനാണ് പൊട്ട അങ്ങനെ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടെന്ന് പറയാലോ വെറുതെ നടക്കണ്ടല്ലോ എന്ന്. അങ്ങനെ തന്നെ ഈ ദിവസം ഒരു ദിവസം കുഞ്ഞാപ്പൊക്കെ തേങ്ങടാൻ വേണ്ടിയിട്ട് എന്താക്കി മൂപ്പര് എന്താക്കി മകനെ കയറ്റി. ചെക്കൻ്റെ പേര് ജാബിറിനെ തെങ്ങിൻ്റെ മേലെ നേരെ കയറ്റി. അപ്പോൾ ജാബിർ വളഞ്ഞ തേങ്ങ അത് മൂപ്പായ തേങ്ങ ഒക്കെ അവിടെ നിർത്തിയിട്ട് ചള്ള് തേങ്ങ ഇളനീര് പോലത്തെ തേങ്ങ കംപ്ലീറ്റ് കൊത്തിയിറക്കി. അപ്പം എന്താ ഈ കുഞ്ഞാപ്പൊക്കെ തളപ്പിട്ട് കുഞ്ഞാപ്പൊക്കെ വീണ്ടും അതിൻ്റെ മേലൊക്കെ ഇടങ്ങറായിട്ട് വലിഞ്ഞ് കയറി. എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഡാ പൊട്ടാ ഇങ്ങോട്ട് നോക്കേ ഇവിടെ നോക്ക് ഇതാ എന്നോട് ഇടാൻ പറഞ്ഞിട്ട് കുഞ്ഞാപ്പൊക്കെ ഇറങ്ങിപ്പോന്ന്. എന്നിട്ട് ചെക്കനെ വീണ്ടും കയറ്റി വീണ്ടും ആ വളഞ്ഞ തേങ്ങ വീണ്ടും ഇടിപ്പിക്കുക കുഞ്ഞാപ്പൊക്കെ ചെയ്ത്. അപ്പോൾ അതാണ് കുഞ്ഞാപ്പൊക്കാൻ്റെ ബുദ്ധി അറിഞ്ഞാൽ മൂപ്പർക്ക് ആരും ചോദിച്ചാൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് മൂപ്പരെ പേര് ഏർപ്പാട് കുഞ്ഞാപ്പ്. ഞങ്ങളുടെ നാട്ടിൽ ഏർപ്പാട് കുഞ്ഞാപ്പ് എന്ന് വെച്ചാൽ കുറ്റിപ്പുറത്ത് ആരാത്തൊരു മനുഷ്യരില്ല. എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് സഭ്യതയാണ് പറയുന്നത്. ഈ പ്രാവശ്യം ആഭാസം പറയാമെന്ന് വിചാരിക്കുക. ഐ മീൻ വിരോധാഭാസം. എന്തുകൊണ്ട് മാനത്ത് മാറിവില്ല എന്തുകൊണ്ട് അതിൻ്റെ ന്യൂ ജനറേഷൻ വെർഷനാണ് മുകേഷ് ചേട്ടൻ പറഞ്ഞ ബട്ട് വൈ. ഞാൻ രാവിലെ എഴുന്നേക്കാറില്ല, മുട്ടയിടാറില്ല, പൊരുന്നാറില്ല, എന്നെ ഇറക്കി പറക്കാറില്ല. പക്ഷേ പീപ്പിൾ കോൾ മീ കോഴി. ബട്ട് വൈ. എല്ലാ ദിവസവും വരാന്തയിൽ കിടക്കുന്ന പത്രം ഞായറാഴ്ച വരുമ്പോൾ മാത്രം വരാന്ത പതിപ്പ് എന്ന് പറയുന്നത്. ബട്ട് വൈ. SSLCക്ക് ശേഷം 2 വർഷം പഠിക്കുന്നവർ +2 എന്ന് പറയുന്നു. ഡിഗ്രിക്ക് ആരും +5 എന്ന് പറയാറില്ല. കല്യാണം കഴിച്ചവൻ ഡിഗ്രി പഠിക്കാൻ പോലും അപ്പോൾ പറയും ബാച്ചിലർ ഓഫ് ആർട്സ്, ബാച്ചിലർ ഓഫ് ശാസ്ത്രം. അവിവാഹത്തിന് മാത്രമാണോ കലയും ശാസ്ത്രവും ഉള്ളത്? കല്യാണം കഴിച്ചവൻ പഠിക്കണമെന്നാണോ അതോ കല്യാണം കഴിച്ചവൻ പഠിച്ചോളും എന്നാണോ? കാറിൽ കൊണ്ടുപോകുന്ന ചെറിയ സാധനത്തിന് നമ്മൾ ഷിപ്മെൻ്റ് എന്ന് പറയും. ഷിപ്പിൽ കൊണ്ടുപോകുന്ന വലിയ സാധനത്തിന് നമ്മൾ കാർഗോ എന്ന് പറയും. എനിക്കറിയാൻ പാടില്ലാണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ HD ആണ്, TV HD ആണ്, സൗണ്ട് HD ആണ്, ഫോട്ടോ HD ആണ്. പക്ഷേ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നാൽ HD ഇല്ല, LDL. ബട്ട് വൈ? നാവെടുത്താൽ നുണ മാത്രം പറയുന്ന ചിലവന്മാർ ചിലപ്പോൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ പേരാണ് സത്യപ്രതിജ്ഞ. നാവെടുത്താൽ കൗണ്ടർ മാത്രം അടിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് പിഷാരടി എന്നാണ്. ശരിക്കും രമേഷ് കൗണ്ടറടി എന്നല്ലേ? ബട്ട് വൈ? 5 മിനിറ്റ് ഞാനിവിടെ നിന്ന് ഇത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ള തമാശകൾ പറഞ്ഞിട്ട് ഇവരൊട്ടും ചിരിച്ചില്ല. ഈ തമാശ പുള്ളി അവിടെ സിറ്റ് ഡൗൺ ചെയ്ത് പറഞ്ഞ് എല്ലാവരും കക്കക്ക എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ബട്ട് വൈ? വയ്യാ. രണ്ടുപേരും തീപ്പൊരി പെർഫോമൻസ് തന്നെയായിരുന്നു അല്ലേ രമേശ് ചേട്ടാ? പുതിയ മാറ്റം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ എപ്പിസോഡാണ്. ഡയാന പറഞ്ഞ വാക്ക് തന്നെ തീപ്പൊരി പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞതിനകത്ത് കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. ചില നല്ല ഈ അപ്പത്തിന് പിടിക്കണോ പുട്ടിന് പിടിക്കണോ എന്നുള്ള ചോദ്യം ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള വളരെ ഗംഭീരമായിരുന്നു. സിദ്ദീഖ് സാർ ഇതിനകത്ത് ഈ വൈ എന്ന് ചോദിച്ചതിനകത്ത് ആ കാർഗോയും ഷിപ്മെന്റും നല്ല ഒരു പഞ്ചായിരുന്നു.
റാഫിയുടെ പ്ലസ് പോയിന്റ് നിങ്ങളുടെ മലബാർ സ്ലാങ് ആണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ. ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, എന്നാൽ ആ വഴിക്ക് ചിന്തിച്ചോളി എന്നാണ് അല്ലേ? എന്നാൽ എനിക്ക് മരണം മതി എന്നല്ല, അല്ല അതെ ആ വഴിക്ക് ചിന്തിച്ചോളൂ. ആ വഴിക്ക് ചിന്തിച്ചോളി എന്നാണ്. അതാണ് തമാശയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. അവർ രണ്ടുപേർക്കും സമ്മാനങ്ങളുണ്ട്. ഇതിനുള്ള ഒരാൾ വിജയിയാണ്. ആ വിജയി അനൗൺസ് ചെയ്യുന്നത് രമേശ് ചേട്ടനായിരിക്കും. ഒരാൾ പരാജയപ്പെട്ട ആളും ഒരാൾ ജയിച്ച ആളുമല്ല, ഒന്നാമനും രണ്ടാമനുമാണ്. ഇന്ന് ഒന്നാമനായിരിക്കുന്നത് റാഫി കലാഭവനാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. രണ്ടാമൻ മനീഷാണ്. രണ്ടുപേരും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചു. വളരെ നന്ദി. അപ്പോൾ ഇവർക്ക് ആർത്തി എന്റർടൈൻമെന്റ് നൽകുന്ന ക്യാഷ് പ്രൈസ് ആണ് സമ്മാനമായി ലഭിക്കുന്നത്. ഒന്നാമന് നൽകുന്ന ക്യാഷ് പ്രൈസ് ആണിത്. Once upon a time, fun